സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന പാർട്ടിയിലേക്ക് പല പ്രമുഖ നേതാക്കളും MLA-മാരും ഒക്കെ വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എങ്കിൽ ത്രിപുരയിൽ നിന്ന് വരുന്ന വാർത്ത അതുക്കും മേലെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ത്രിപുരയിലെ പ്രധാന പ്രതിപക്ഷമായ പാർട്ടി അവർ NDA മുന്നണിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രതിപക്ഷ പാർട്ടിയായ തിപ്രാമോദ പാർട്ടിയാണ് NDA സഖ്യത്തിൻ്റെ ഭാഗമാകുന്നത്. അവർക്ക് 13 MLA-മാരാണ് ത്രിപുര നിയമസഭയിലേക്ക് ഉള്ളത്. 60 അംഗ നിയമസഭയിൽ ഇതോടുകൂടി BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ അംഗബലം BJP-ക്ക് 32 സീറ്റുണ്ട് ത്രിപുര നിയമസഭയിൽ. ഈ തിപ്രമോദ പാർട്ടിയോട് എത്തുമ്പോൾ അത് 13 സീറ്റ് അവർക്കുണ്ട്. ഇതുകൂടാതെ BJP-യുടെ ഒരു സഖ്യകക്ഷിയുണ്ട്, അതൊരു ഗിരിവർഗ പാർട്ടിയാണ്. IPFI എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് ഒരു സീറ്റുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 60 അംഗ നിയമസഭയിൽ 46 സീറ്റിലേക്ക് BJP സഖ്യം എത്തുന്നു. CPM-ന് 10 സീറ്റുണ്ട്, 16 ആയിരുന്നു, അത് പല പാർട്ടിയിലായി ലയിച്ചുപോയി. 10 പേർ ഇപ്പോഴും അവശേഷിക്കും. CPM-ആണ്. അപ്പോൾ 10 പേരുള്ള CPM-ആണ് ഇപ്പം ഇനി ത്രിപുരയിലെ പ്രതിപക്ഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ത്രിപുരയിൽ CPM-ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഇനി നിയമസഭയിലേക്ക് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കാരണം ഇത് ഗിരിവർഗ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് തിപ്രാമോദയുടെ പാർട്ടി. ആ തിപ്രാമോദയുടെ പാർട്ടി ഒരു വലിയ ഡിമാൻഡ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. കാരണം ഈ ഗിരിവർഗ മേഖലയിലൊരു സ്വയം ഭരണ അധികാരമുള്ളൊരു കൗൺസിൽ രൂപീകരിക്കണം. ആ കൗൺസിലിന് കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് NDA-യിൽ ചേരുന്നത്. ത്രിപുരയെ സംബന്ധിച്ച് പറയുന്നത് BJP-ക്ക് ടെൻഷനില്ല. ആകെ 2 സീറ്റുകളേ ഉള്ളൂ. ആ 2 സീറ്റും BJP തന്നെ നേടുകയും ചെയ്യും. ഏതായാലും ഈ തിപ്രാമോദയുടെ പാർട്ടി കൂടി NDA സഖ്യത്തിലേക്ക് എത്തുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ശക്തമായ ഒരു മുന്നേറ്റത്തിന് BJP ഒരുങ്ങുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.